ജേസൺ ചാമോളപ്പിലേക്ക്. ജേസൺ, ഇപ്പോൾ ഷിരൂരിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കേരളത്തിലെ സാഹചര്യം എന്ത് എന്ന പരിശോധനയിലേക്ക് കടന്നത്. ഒട്ടും വ്യത്യസ്തമല്ല നമ്മുടെ സാഹചര്യം. ഷിരൂരിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത ഈ ഘട്ടത്തിൽ വേണ്ടതുണ്ട്. അപ്പോൾ അധികൃതരെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലേക്ക് നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തുടക്കമാക്കുകയാണ് നമ്മളിപ്പോൾ. തൃശ്ശൂരിലെ സാഹചര്യം എങ്ങനെയാണ്? ഇവിടെ വീടുകളില്ലല്ലോ. ഈ യഥാർത്ഥത്തിൽ ഈ NH റോഡുകൾ വരുന്ന ഘട്ടത്തിൽ വലിയ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ പേരെങ്കിലും അവിടെ നിന്ന് വലിയ നഷ്ടപരിഹാരം വാങ്ങി മറ്റിടങ്ങളിൽ വീടുകളും കടകളുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പകുതി സ്ഥലം മാത്രം കൊടുത്തവർ ചില വീടുകൾ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നഷ്ടപരിഹാരം കിട്ടുകയുമില്ല. അതേസമയം കുന്നിടിഞ്ഞു വീഴുമെന്ന ഭീഷണിയും അവിടെ നിൽക്കുന്നു. വീടുകൾ മാത്രമല്ലല്ലോ, റോഡിലേക്ക് മണ്ണിടിഞ്ഞാണല്ലോ ഷിരൂരിൽ അപകടമുണ്ടായത്. എന്താണ് തൃശ്ശൂരിൽ കാണുന്നത് ജേസൺ? സ്മൃതി, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ, അതായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതകളിലൊന്നായ മണ്ണുത്തി വടുക്കുംചേരി ദേശീയപാതയിലാണ്. ഈ ദേശീയപാതയിലാണ് കുതിരാൻ തുരങ്കം ഉൾപ്പെടെയുള്ളവ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിൽ വ്യവസായ ഇടനാഴി എന്ന് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയപാത. ഈ ദേശീയപാതയിലെ നിർമ്മാണ ഘട്ടങ്ങളെല്ലാം തന്നെ വലിയ വിവാദങ്ങളും മറ്റു രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ദേശീയപാതയിൽ പട്ടിക്കാട് മുതൽ ഏതാണ്ട് വാണിയമ്പാറ വരെ 3 ഇടങ്ങൾ വലിയ അപകടങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് ദേശീയപാതയാണ്. ഈ ദേശീയപാതയുടെ ഓരം ചേർന്ന് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പാറകൾ കട്ട് ചെയ്ത് റോഡ് വീതി കൂട്ടുന്ന ഈ പാറകൾ കട്ട് ചെയ്ത് ശേഷം ആ പാറയ്ക്ക് മുകളിലുള്ള വലിയ മരങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ ദിവസം പോലും മരങ്ങൾ താഴോട്ട് വീഴുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഏത് നിമിഷവും ദേശീയപാതയിലേക്ക്, വാഹനങ്ങൾക്ക് മുകളിലേക്ക്, പരിസരത്തൂടെ പോകുന്ന ആളുകളുടെ ദേഹത്തേക്കൊക്കെ വീഴാൻ കഴിയാവുന്ന രീതിയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാനാകും. വേരുകൾ പുറത്തേക്ക് വന്ന് ചെറുതും വലുതുമായ മരങ്ങൾ അങ്ങനെ വീഴാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഓരോ മഴയത്തും ഏറെ ഭയപ്പാടോടുകൂടിയാണ് ഈ സമീപത്തോടുകൂടി, അതും ദേശീയപാതയാണെന്ന് ഓർക്കണം. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതയാണെന്ന് ഓർക്കണം. ഏറ്റവും പുതിയ ദേശീയപാതയാണ് എന്ന് ഓർക്കണം. വലിയ രീതിയിൽ ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്ന ദേശീയപാതയാണെന്ന് ഓർക്കണം. ഇത്തരത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയുടെ സ്ഥിതിയാണിത്. ഏകദേശം 3 ഇടങ്ങളിലായി ഏകദേശം 250-300 മീറ്റർ വെച്ച് തൃശ്ശൂരിലെ പട്ടിക്കാട് മുതൽ വാണിയമ്പാറ വരെ 3 ഇടങ്ങളിലായി ഏകദേശം 1 കിലോമീറ്ററോളം ഈ സ്ഥിതിയാണുള്ളത്. ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അവസ്ഥ എന്താ? ഇവിടുത്തെ വളരെ ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം യാതൊരു സുരക്ഷാ മാനദണ്ഡം പാലിക്കാതെ NH 544 ശാസ്ത്രീയമായി പണിതതിൻ്റെ ഭാഗമാണ്. കാരണം ഈ പട്ടിക്കാട്, അതുപോലെ തന്നെ കുതിരാൻ, അതുപോലെ തന്നെ വാണിയമ്പാറ മേഖലകളിൽ ചെങ്കുത്തായിട്ട് സുരക്ഷാ മാനദണ്ഡം പാലിക്കാതെ മണ്ണെടുത്ത് പാറ പൊട്ടിച്ച് പോയതിൻ്റെ ഫലമായിട്ടാണ് ഏത് സമയത്തും അപകടം സംഭവിക്കാം. കഴിഞ്ഞ 2018 ഇതുപോലെ തന്നെ കുതിരാൻ അമ്പലത്തിൻ്റെ അവിടെ പ്രളയകാലത്ത് മണ്ണിടിഞ്ഞ് നേരം വെളുത്ത് റോഡ് തടസ്സം നീക്കാൻ വന്നപ്പോഴാണ് അതിൻ്റെ അടിയിലൊരു പാവപ്പെട്ട തൊഴിലാളി മറ്റേ ഡ്രൈവർ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടത്. അതുപോലെ നിർമ്മാണ ഘട്ടത്തിലൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ചൂണ്ടിക്കാട്ടിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴും ഇതിനെതിരെ നിരവധി പരാതികൾ ഉന്നയിക്കുമ്പോഴും ദേശീയപാതയുടെ അധികൃതർ ഇതൊന്നും കണ്ട ഭാവം നടിക്കുന്നില്ല എന്ന് മാത്രമാണ് ഇവിടുത്തെ ആളുകൾ നിരന്തരം പരാതിയുള്ള ഒരു പ്രദേശമാണിത്. ഇത് ഏതൊക്കെ മേഖലകൾ? ഇപ്പോൾ പട്ടിക്കാട് മുതൽ വാണിയമ്പാറയാണ് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമില്ല. കുതിരാനുണ്ട്. കുതിരാൻ ഏത് സമയത്തും നമുക്ക് ഒരു അപകടം വരാവുന്ന സ്ഥിതിയിലാണ്. അവിടെ സുരക്ഷാ വേലി പോലും മുകളിൽ കെട്ടിയിട്ടില്ല. കുതിരാനിലൂടെ അരികിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്ന സ്ഥിതിയുണ്ട്. ഇത് ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ പഞ്ചായത്ത് എന്ന രീതിയിൽ? ഓക്കെ, ഞങ്ങൾ കഴിഞ്ഞ മാസം പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ദേശീയപാത അധികൃതരെ വിളിച്ച് ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചപ്പോഴും അവരിതെല്ലാം ശ്രമിക്കാമെന്നുള്ള ഒരു ഉത്തരമാണ് പറയുന്നത്. അതുകൂടാതെ നമുക്കറിയാം ഇവിടെ നിരവധി പ്രദേശങ്ങൾ മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഒരുപക്ഷെ നമുക്കറിയാം നമ്മുടെ ഏതൊക്കെ ഭാഗമാണ് ഇപ്പോൾ ഇത് ഈ പറയുന്ന ഈ പട്ടിക്കാട് ഈ പഞ്ചായത്തിന്റെ മുൻഭാഗത്തുള്ള ഈ കല്ലുടുക്ക് പ്രദേശമായാലും വഴക്കുംപാറ പ്രദേശമായാലും കുതിരാൻ ഭാഗത്തെല്ലാം മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടുത്തെ ആളുകൾ പൊതുവെ പറയുന്നത്, നമ്മൾക്കറിയാം ഇപ്പോൾ കർണാടകയിൽ ഷിരൂർ പോലുള്ള പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിൽ പോലെ ഇവിടെ ഒരു മരണം ഉണ്ടാകേണ്ടി വരുമോ ഈ നാട്ടിൽ, ഇനിയൊരു ഈ മണ്ണ് നീക്കി പ്രവർത്തനം ചെയ്യേണ്ടതെന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഇടപെടൽ അത്രമാത്രമുണ്ട്. ഇപ്പോൾ ദേശീയപാത അതോറിറ്റി കൈകാര്യം ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ ഇടപെടണമല്ലോ. സർക്കാർ ഇതിനെ യാതൊരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഇവിടുത്തെ MLA
റവന്യൂ വകുപ്പ് മന്ത്രിയാണ്, കേരളത്തിലെ രണ്ടാമത്തെ മന്ത്രിയാണ്. പക്ഷേ മന്ത്രി ഒരു ഇടപെടലും ഇതിലും നടത്തിയിട്ടില്ല. കാരണം ഞങ്ങൾ നിരന്തരം പല ആവശ്യങ്ങളും അദ്ദേഹത്തോട് ഞങ്ങൾ പറയാറുണ്ട്, പറഞ്ഞത് ഒന്നും നടപ്പിലായിട്ടില്ല. കാരണം ടോൾ പിരിക്കുക, അവർ നമ്മളെ കൊള്ളയടിക്കുക എന്ന് മാത്രമാണ് ഈ കരാർ കമ്പനിക്ക് ഇപ്പം നിലവിൽ ഉള്ള ഒരു അവസ്ഥ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടോൾ നിരക്ക് വാങ്ങിക്കുന്ന ഒരു സ്ഥലമാണ് പന്നിയങ്കര എന്ന് പറയുന്നത്. ആ പന്നിയങ്കരയിലേക്ക് പോകുന്ന വഴിയാണത്. ഇത്രയധികം ടോൾ കൊടുത്തിട്ടും ഒരു സുരക്ഷ ഇല്ല, ജീവന് പോലും സുരക്ഷയില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ. തീർച്ചയായും ഒരു സുരക്ഷയും ജനങ്ങൾക്കില്ല. കാരണം ജനങ്ങൾക്കായി എത്രത്തോളം പ്രായോഗികമാണ് എന്ന വിഷയം അവിടെ നിൽക്കുന്നു. വലിയ മലകൾക്ക് താഴെ ഒരു സുരക്ഷാവേലി കൊണ്ട് എന്ത് സംഭവിക്കാൻ എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. മാത്രമല്ല, നാഷണൽ ഹൈവേ അതോറിറ്റി എന്നുള്ളത് കേന്ദ്രത്തിന് കീഴിൽ വരുന്ന സംവിധാനമാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഏത് തരത്തിൽ സമ്മർദ്ദം ചെലുത്താനാകും എന്നുള്ള കാര്യമാണ് ഇനി ആലോചിക്കേണ്ടത്. പല ഇടത്തെയും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് കേന്ദ്രം വിശദീകരണം ചോദിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ തരത്തിൽ ഏത് ഏജൻസി അത് നടപ്പാക്കുന്നു? ഇപ്പോൾ ഷുറൂരിന്റെ കാര്യത്തിൽ ഏജൻസി, കരാറെടുത്ത ഏജൻസിക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി വരേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിന് എത്രത്തോളം ഇതിൽ പ്രായോഗികമായി കാര്യങ്ങൾ ചെയ്യാനാകുമെന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ഇവിടെ ഈ ഭാഗത്തൊന്നും വീടുകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ ജേസൺ? സ്മൃതി, വീടുകളില്ല എന്നതാണ് ഒരു ആശ്വാസം. പക്ഷേ ഈ മലയുടെ അപ്പുറത്തെ സൈഡ്, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ വീടുകളുണ്ട്. ഇത് ദേശീയപാത അന്ന് വലിയ തുക കൊടുത്ത് തന്നെയാണ് ഭൂമി ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഷിരൂരിനേക്കാളൊക്കെ വലിയ ദേശീയപാത എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏറ്റവും വലിയ വ്യവസായ ഇടനാഴികളിൽ ഒന്നാണ്. കാരണം കോയമ്പത്തൂർ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ്. ഈ പാതയോട് ചേർന്നാണ് ഇത്തരത്തിൽ പാറകൾ വെട്ടി, അന്ന് സ്വാഭാവികമാണ് ദേശീയപാത നിർമ്മാണത്തിന് പാതകൾ ഉണ്ടാക്കണം. ആ പാതകൾ വലിയ വീതി ഉണ്ടാക്കണം. അവിടെ പാറകളായിരിക്കും ഭൂരിഭാഗം ഉണ്ടാവുക. പക്ഷെ അതെല്ലാം വെട്ടി ഒതുക്കിയ ശേഷം സുരക്ഷിതമായ വേലി നിർമ്മിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ ദേശീയപാതയുടെ ഏതാണ്ട് മല കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. പക്ഷേ ആ ഒരു പരിധി വരെ ഒരു ഭാഗത്തെ മലയൊക്കെ കുറച്ച് അകലെയാണ്. ഈ ഭാഗത്ത്, ഈ വലത് ഭാഗത്ത് മാത്രമാണ് അടുത്ത് ഈ ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന. പല ഘട്ടങ്ങളിലും മരങ്ങൾ താഴോട്ട് വീഴും, അപ്പോൾ അത് മുറിച്ചു മാറ്റും, അത് അങ്ങോട്ട് ഇടും. എന്നതിനപ്പുറത്തേക്ക് കാര്യമായി ഒന്നും നടക്കുന്നില്ല. പോകുന്ന വഴി എത്രത്തോളം സുരക്ഷിതമാണ് എന്ന അന്വേഷണം നമ്മൾ തുടങ്ങിയാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് തുടങ്ങിയത്. തൃശ്ശൂർ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ കാര്യങ്ങൾ അത്ര സുരക്ഷിതമല്ല എന്നതിന്റെ നേർചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.